ആണ് ഇപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഈ സഹോദരി എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിനും പ്രാർത്ഥനയ്ക്കും വരുമ്പോൾ പതുക്കെ ജോലി ചെയ്യുള്ളായിരുന്നു. എപ്പോഴും ഇങ്ങനെ വിഷാദം പോലെ നടക്കുമായിരുന്നു. ഒരു ഭയം പോലെയൊക്കെ ആയിരുന്നു. കൗൺസിലിങ്ങും പ്രാർത്ഥനയെല്ലാം കിട്ടി. 1-2 ആഴ്ച പ്രയറിലൊക്കെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഈ മോക്കുണ്ടായ ഒരു മാറ്റത്തെക്കുറിച്ച് ഇപ്പോൾ ഇവൾ പറയും. എൻ്റെ പേര് ബെൽന വർഗീസ്. ഞാൻ പഠിച്ചത് പ്രീ ഡിഗ്രിയാണ്. അത് കഴിഞ്ഞ് പിന്നെ വിദ്യാഭ്യാസപരമായിട്ടൊക്കെ എനിക്ക് വളരെ താഴ്ചകളൊക്കെ വന്നു. കുടുംബത്തിലും ഒക്കെ എനിക്ക് സന്തോഷം ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് എനിക്കിവിടെ വന്ന് ഈ പാസ്റ്ററിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് മനസ്സിന് സന്തോഷവും ആനന്ദവും എൻ്റെ മനസ്സിലെ ഭയം, ടെൻഷൻ, പേടി ഇവയെല്ലാം യേശു എടുത്ത് മാറ്റി. അത് കൂടാതെ എനിക്ക് കുറച്ച് നാളായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ടോയ്ലറ്റിൽ പോകണമെന്നുള്ളൊരു ടെൻഷൻ, പക്ഷേ പോവില്ല, അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് മുടങ്ങാതെ പാസ്റ്ററിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച പിന്നെ അതിന് തക്ക വിടുതൽ നൽകി. എനിക്കിപ്പോൾ കുടുംബത്തിലും എല്ലാത്തിലും എല്ലാപരമായിട്ടും യേശു എന്നെ സൗഖ്യമാക്കി എന്നുള്ള വിടുതൽ എനിക്ക് സാക്ഷ്യം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്ക് ചുരുക്കുന്നു. ഇവളിപ്പോൾ യേശുവിനെ അനുഭവിച്ച ഒരു പാട്ട് പാടും. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥാ, അപദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥാ, ഈ ജീവിതമെന്തിനു നാഥാ. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥാ, അപദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥാ, ഈ ജീവിതമെന്തിനു നാഥാ. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ രക്ഷകനും നാഥനും ചക്രവർത്തിയുമായി ഈ മകൾ സ്വീകരിച്ചു. ഇവൾ പ്രാർത്ഥനയ്ക്ക് കൂടി ഇവളുടെ ജീവിതവും കുടുംബവും അനുഗ്രഹിക്കപ്പെട്ട് ഇപ്പോൾ മിടുക്കിയായി ഇവൾ നല്ലതുപോലെ നല്ല സന്തോഷമായി ക്രിസ്തുവിൽ ജീവിക്കുന്നവർക്ക് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അമ്മച്ചിയുടെ കയ്യിലൊന്ന് കൊടുക്കാം. അമ്മച്ചിക്ക് കർത്താവ് എന്തോ തന്നത് പറയാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ചതിന് ശേഷം ഈ മകൾക്ക് ചെറുതായിട്ട് പഠനം പൂർത്തിയാകാതെ അവൾക്ക് വലിയൊരു ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ വരുവാനിടയായി. സംസാരിക്കാൻ അല്പം പുറകോട്ട്, മനസ്സിനൊരു വിഷാദം, സന്തോഷമില്ലായ്ക, അങ്ങനെ പല പല പ്രശ്നങ്ങളാൽ ഇരിക്കുമ്പോഴാണ് ഈ പാസ്റ്ററിൻ്റെ സഭയിൽ വരികയും തുടർച്ചയായി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് യേശു കർത്താവ് ഈ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒരു വിടുതൽ തന്ന് എൻ്റെ മകൾക്ക് സൗഖ്യം കൊടുത്തു. യഹോവയെങ്കിലേക്ക് നോക്കിയോ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. അതുകൊണ്ട് ഇപ്പോൾ എല്ലാ പ്രശ്നത്തിനും പരിഹാരം തന്ന ഈ മകളെ കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇനിയും എല്ലാവരും ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. ഇവൾ കൗൺസിലിങ്ങിന് വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടും, ഇവരുടെ പ്രശ്നങ്ങളെല്ലാം തീർന്ന് ഇവിടെ മിടുക്കിയാകുമെന്ന് ദൈവം പ്രവചനത്തിലൂടെ സംസാരിച്ചില്ലായിരുന്നോ? അത് മോക്ക് അനുഭവിക്കാനും അത് ദൈവത്തിൽ ആശ്രയിച്ച് അതിനെ ഏറ്റെടുക്കാനും സാധിച്ചായിരുന്നു. കൂടുതലും ദൈവത്തോട് കൂടുതൽ അടുത്ത് വചനങ്ങൾ പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് അത് ഉൾക്കൊള്ളുവാനുള്ള ഒരു മനക്കരുത്ത് എനിക്ക് വന്നു. അതെ, വചനം കേൾക്കുമ്പോൾ അത് ഉൾക്കൊള്ളുവാനുള്ള ഒരു മനക്കരുത്ത് വരികയും അങ്ങനെ ഈ കുട്ടിയിലുള്ള സകല പ്രശ്നങ്ങളും വചനം കേട്ടപ്പോൾ മാറിയെന്ന് ഈ മോള് പറയുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും എന്തുമാത്രം പ്രശ്നങ്ങളുണ്ട്, എന്തുമാത്രം തകർച്ചകളുണ്ട്. യേശു മതിയായവനാണ്. ഇവനെ ആശ്രയിക്കുന്ന ആരും നശിച്ചുപോകുകയില്ല, എല്ലാവരും അനുഗ്രഹം പ്രാപിക്കും. യേശു നിങ്ങൾക്കും എനിക്കും ഈ ലോകത്തിലുള്ള എല്ലാവർക്കും മാനവൻ മതിയായതാണ് നമ്മുടെ യേശു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രൈസ് ദി ലോർഡ്.